വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇപ്പൊ കുറെ പേര് ചാനൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മരങ്ങൾ ഇത്ര ഹെൽപ്പ് ഒക്കെ ചെയ്യണ്ടല്ലേ, ഞങ്ങളുടെ കുട്ടികളുടെ ജീവനൊക്കെ ഇത്രയും കാത്തിരക്ഷിക്കുന്നുണ്ടല്ലേ എന്ന് ഓർത്തിട്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് ജസ്റ്റ് ചെന്ന് കണ്ട് മരങ്ങൾ വെട്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ല. കാരണം ഈ ഒരു ലോകത്ത് 100 കോടി ഫോറസ്റ്റ് 2 വർഷത്തിനുള്ളിൽ, നേരത്തെ 10 വർഷം ഓർന്നു, പക്ഷെ 2 വർഷത്തിനുള്ളിൽ ഈസി ആയിട്ട് അത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ ഇത് അതിനെ കുറിച്ച് പറയാനൊന്നുമല്ല, ഒരു ഡൗട്ട് ക്ലിയറിംഗ്. ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചു, വിഷ്ണു പാർട്ട് 16 കണ്ടു, ഇത്രയും പെട്ടെന്ന് ഒരു ഘോരവനം പ്രൊസീജിയർ കൊള്ളാം, ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഗ്രോത്ത് എന്തായാലും കിട്ടും അല്ലെ, ഇത്രയും സാക്രിഫൈസും ഇത്രയും ഡെഡിക്കേഷൻ ഒക്കെ ഉള്ളപ്പോൾ ഇത്രയും ഫണ്ടും എല്ലാം നമ്മൾ ഇറക്കുന്നതുകൊണ്ട് ഗ്രോത്ത് കിട്ടും. പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട്. അതായത് ഒരു സ്ക്വയർ ഫീറ്റില് 4 ചെടികൾ നടുമെന്ന് പറഞ്ഞു. അതായത് ഒരു സെന്റില് 160 മരങ്ങളോളം വരും, മരങ്ങൾ പ്ലസ് ചെടികളായിട്ട്. അപ്പോൾ 10 സെന്റ് വരുമ്പോൾ 1600 മരങ്ങളും ചെടികളും എല്ലാം കൂടി മിക്സ് ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെ വളരും വിഷ്ണു, ഇത് പ്രാക്ടിക്കൽ ആണോ, ഇത് എങ്ങനെയാണ്? അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു മെത്തേഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാവിധ സംശയവും ഞാൻ വളരെ ലൈറ്റായിട്ട് ക്ലിയർ ചെയ്ത് തരാം. വേറൊന്നുമല്ല, നമ്മൾ ആ ഒരു കുഞ്ഞിനെ മേടിക്കുന്നു അല്ലെ, ആ ഒരു സാപ്ലിങ്സിനെ നമ്മൾ മേടിക്കുന്നു. ആ കുഞ്ഞിനെ നമ്മൾ നല്ല ആഹാരം കൊടുക്കുന്ന രീതിയിൽ ഒരു വലിയ റൂം എന്ന രീതിയിൽ ഒരു വലിയ ഗ്രോ ബാഗ്, ഒരു 5 കിലോ 6 കിലോളം മാനർ മിക്സ് ആകുന്ന ഒരു ഗ്രോ ബാഗിൽ ഒരു വർഷത്തോളം നമ്മൾ നട്ടു വളർത്തുന്നു. അതോടൊപ്പം വെള്ളം എല്ലാം കൊടുത്ത് പ്രൂണൊക്കെ ചെയ്ത് സെറ്റാക്കി വളർത്തുന്നു. അപ്പൊ 1 വർഷം കഴിയുമ്പോഴേക്കും അവൻ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഹെൽത്തി ആയവനെ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത് വെറുതെ ഒരു കുഴി പിടിച്ചിട്ടല്ല. നമ്മൾ ആ ഒരു 10 സെന്റ് ആണെങ്കിൽ 10 സെന്റിലെ 1 മീറ്റർ ഡെപ്തിൽ മണ്ണെടുത്ത് മാറ്റി അതിന്റെ ഉള്ളിൽ അവന് വേണ്ടുള്ള എല്ലാം ചകിരിച്ചോറ്, ആട്ടുംകാട്ട്, ഉമി, എല്ലാം ഗ്രാവൽ, ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ്, ചകിരിച്ചോറ് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവനെ അതിൽ കൊണ്ട് നടന്നത്. അതായത് ആ ഒരു 1 വർഷം കൊണ്ട് ആ ഒരു ഗ്രോ ബാഗിന്റെ ഉള്ളിൽ അവന്റെ ഗ്രോത്ത് 2 കൈയുള്ള കുഞ്ഞിന് പകരം ഒരു 10,000 കൈയുള്ള കുഞ്ഞു പോലെ അവന്റെ ഗ്രോത്ത്, റൂട്ട് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇത് കൊണ്ടുവന്ന് ആ ഒരു പ്ലോട്ടിൽ നടന്നത്. അതും വെറുതെ അല്ല, നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയ ആ ഒരു സെയിം കൺസെപ്റ്റ്. 1 സ്ക്വയർ മീറ്ററിൽ 4 ചെടികൾ, അതായത് ഒരു വൻമരം, 2 ചെറിയ മരങ്ങൾ, ഒരു ഷ്രബ് എന്നുള്ള കാറ്റഗറി. അപ്പൊ 1 സെന്റ് വരുമ്പോൾ 160, 10 സെന്റ് ആകുമ്പോൾ 1600 വരും. അപ്പൊ അങ്ങനെയാണ് അത് നടന്നത്. പിന്നെ മൾച്ച് ചെയ്യുന്നു, വാട്ടർ ഇറിഗേഷൻ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ വരുന്ന വേറെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം, ഇതെല്ലാം സയന്റിഫിക് ആണ്. പൈത്തോൺ സയൻസും മിയാവാക്കി അഫോർസേഷനും നമ്മുടെ ബിസിനസ് കംപ്ലീറ്റ് സയൻസ് റിലേറ്റഡ് ആണ്. ഒന്നും ഒരു അസംഷനോ അല്ലെങ്കിൽ ഒരു ഊഹാപോഹങ്ങളല്ല, എല്ലാം സയൻസ് റിലേറ്റഡ് ആണ്. അപ്പൊ അതിന്റെ വേറെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ വർക്ക്ഔട്ട് ആവും. അതായത് ഓക്കെ, ഓൾറെഡി എല്ലാവരും ഇങ്ങനെ തിങ്ങി നിൽക്കുന്നു. അപ്പൊ സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ മത്സരം ഉണ്ടാവും, ഈ ചെടികൾ തമ്മിൽ. അപ്പൊ എന്ത് ചെയ്യും, ഒരു ഫടാഫട്ട് പൊക്കത്തേക്കും. ഇവർക്ക് വേണ്ട ഫുഡ് ഓൾറെഡി അടിയിലുണ്ട്. ഇവർക്ക് വലിയ റൂട്ടൊന്നും ഓടിച്ച് ദൂരത്തോടൊന്നും പോകേണ്ട ഫുഡിന്. അപ്പൊ അതും അടിയിലുണ്ട്. അപ്പൊ അത് കഴിച്ചിട്ട് വെള്ളമുണ്ട്, മൾച്ചിങ് ഉണ്ട്, എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ, സൂര്യപ്രകാശം. അപ്പൊ ഇവര് തമ്മിൽ മത്സരം ഉണ്ടാവും. നീ പോയാ എനിക്ക് കിട്ടില്ല, നീ പോയാൽ എനിക്ക് കിട്ടില്ല, അപ്പൊ എനിക്ക് ആദ്യം പോകണമെന്ന് പറഞ്ഞ് ഇവര് ഫടാഫട്ട് പൊക്കത്തേക്ക് പോകും. ഇതാണ് ആ ഒരു ഗ്രോത്തിന്റെ ബേസിക് ആയിട്ടുള്ള തിയറം. ഏതൊരു കുഞ്ഞുകുട്ടിനും ഇപ്പൊ മനസ്സിലാക്കാം അല്ലെ. ഇങ്ങനെ ആയിരിക്കും ഇതുങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വളരണം. അതായത് മനുഷ്യരെ പോലെയല്ല, മരങ്ങൾക്ക് നല്ല ഒത്തൊരുമയുണ്ട്. അപ്പൊ അതുകൊണ്ട് കണ്ടോ. അപ്പൊ ആ ഒരു ഡൗട്ട് ഇതിലൂടെ ക്ലിയർ ആവട്ടെ. ഇതിൽ തന്നെ ഒരു 3-4-5 മരങ്ങളുണ്ട്, ഷ്രബ് ഉൾപ്പെടെ.